ഹലോ മിസ്. അങ്ങനെ IPL എൽ ക്ലാസിക് പോലിൽ വെറും ലോ ക്ലാസ് പ്രകടനം കാഴ്ചവെച്ച് മുംബൈ ഇന്ത്യൻസ് ഇന്നലെ വാങ്കഡയിൽ ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് 103 റൺസിൻ്റെ വൻ പരാജയമാണ് മുംബൈ ഇന്ത്യൻസിൽ ഇന്നലെ ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഗംഭീര വിജയം സ്വന്തമാക്കി കംബാക്ക് അടിച്ച മുംബൈ ഇന്നലെ CSKയോട് തോറ്റ് ഗോബാക്കായി പോകുന്ന അവസ്ഥയാണ് കണ്ടത്. മുംബൈയുടെ IPL ഏറ്റവും വലിയ തോൽവിയാണ് ഇന്നലെ CSKയോട് സ്വന്തം തട്ടകത്തിൽ ഏറ്റുവാങ്ങിയത്. ഇന്നലെ ചെന്നൈ ബോളറായ അക്കീൽ ഹുസൈൻ വിക്കറ്റ് എടുത്തപ്പോൾ സെലിബ്രേറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഈ മുംബൈ മാനേജ്മെൻറ്റും ടീമും ഇങ്ങനെ കഴിഞ്ഞിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം ആ ഒരു അവസ്ഥയായിരുന്നു മുംബൈയുടെ കളി ഇന്നലെ വാങ്കഡയിൽ വെച്ച് കണ്ടത്. ഇന്നലെ ചെന്നൈയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവെച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ആരാണ്? അതെ, നമ്മുടെ സ്വന്തം മലയാളികളെ സഞ്ജു വി സാംസണാണ്. 54 ബോളിൽ 10 4ഉം 6 6ഉം ഉൾപ്പെടെ 101 റൺസാണ് ഇന്നലെ സഞ്ജു സാംസൺ ചെന്നൈക്ക് വേണ്ടി നേടി ചെന്നൈ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായി മാറിയത്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരാൻ മുമ്പ് വീഡിയോ ഒന്ന് തുടങ്ങുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യും. ഇന്നലെ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ അഭിമാനമായ മുംബൈ വലിയൊരു നിലയിലെത്തിച്ച നമ്മുടെ ഹാർദിക് പാണ്ഡ്യ എന്ന ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ നേടി ഗുജറാത്തിന് നല്ലൊരു ചെറിയൊരു സ്കോറിൽ ഒതുക്കിയ ആ ഒരു കോൺഫിഡൻസ് വെച്ചെങ്കിലും പാണ്ഡ്യയ്ക്ക് ഒന്നും മാറി ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ CSKയ്ക്ക് വേണ്ടി സഞ്ജുവും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും കൂടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നു. ഋതുരാജ് ഗെയ്ക്വാദിനൊക്കെ ഒരു ക്യാപ്റ്റൻസ് നോക്കി പുള്ളി പതക്കങ്ങൾ പോകുന്നു. 22 റൺസ്, അതായത് 14 ബോളിൽ 3 4 ഒരു 6 ഉൾപ്പെടെ 22 റൺസ് പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ റീസെൻറ്റ് മത്സരങ്ങളിലോ കളിച്ച പോലെ തന്നെ ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കി. പുള്ളി പോയി. ഗസൻഫാറാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ പുറത്താക്കിയത്. പിന്നെ സർഫറാസ് ഖാനും വന്നു. സഞ്ജു നല്ലൊരു ഇന്നിങ്സ് കളിക്കുന്ന പ്രതീക്ഷിച്ചെങ്കിലും സർഫറാസ് ഖാനും മിച്ചൽ സാനും ബോളിൽ പവർ പ്ലേയിൽ തന്നെ മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഇഞ്ചേർഡായ ആയുഷ് മാത്രം ഈ മത്സരത്തിലില്ലായിരുന്നു. പക്ഷേ സഞ്ജു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായി കളിക്കുന്നത് ഇന്ന് വിശ്വസിക്കാൻ പറ്റിയൊരു ബാറ്റർ ഉണ്ടായിരുന്ന ആയുഷ് മാത്രമായിരുന്നു. പുള്ളിയും പുറത്തായതുകൊണ്ട് ഇഞ്ചേർഡായി പുറത്താകുകയായിരുന്നു. പിന്നാലെ വന്ന ആർച്ചാമി ശിവൻ ദൂബയ്ക്ക് 6 റൺസ് പോലും എടുക്കാൻ സാധിക്കാത്തതോടെ 5 റൺസുമായിട്ട് പുറത്താകുകയായിരുന്നു. ഗസൻഫാർ തന്നെയാണ് ശിവൻ ദൂബെ ബോൾഡാക്കിയത്. പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ ബിഗ് ഹിറ്ററായ ഡിവാൽ ബ്രൂസ് വന്ന് 2 6 അടിച്ച് അങ്ങനെ കളിയൊന്ന് ഓണാക്കിയപ്പോഴേക്കും അശ്വിനി കുമാർ, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഈടായ അശ്വിനി കുമാർ ജാസ്പ്രീത് കുമാറിനെ കളിപ്പിച്ച് ഡിവാൽ ബ്രൂസിന് മടക്കിയേക്കായിരുന്നു. അപ്പോഴത്തെ നമ്മുടെ സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മറുവശത്ത് ഇങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും സഞ്ജു സാംസൺ അവിടെ ഉറച്ചു നിന്നത് ചെന്നൈക്കൊരു ഭാഗ്യമായി മാറുകയായിരുന്നു. കാരണം സഞ്ജു സാംസണും കൂടി ഇല്ലെങ്കിൽ ചെന്നൈയുടെ ബാറ്റിങ്ങിൻ്റെ അവസ്ഥ ഞാൻ ശരിക്കും ആലോചിച്ചു. പിന്നീട് 14 കോടിക്ക് ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മ വന്നു. അദ്ദേഹം ഒരു വളരെ സെൻസിബിളായ ഒരു ഇന്നിങ്സ് കളിച്ച് അദ്ദേഹം മടങ്ങി. അതായത് 19 ബോളിൽ 18 റൺസാണ് കാർത്തിക് ശർമ്മ ഇന്നലെ ചെന്നൈക്ക് വേണ്ടി നേടിയത്. പിന്നീട് ജാമ്യ ഓട്ടം വന്ന് നൈസായിട്ട് 2 4 6 ഒക്കെ അടിച്ച് അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കളിച്ച് അദ്ദേഹവും പോയി. അവസാനം അക്കീൽ ഹുസൈനെ കൂട്ടുപിടിച്ച് സഞ്ജു തൻ്റെ IPL ഈ സീസണിലെ 2ാം സെഞ്ചുറിയും അതുപോലെ തന്നെ IPL 5ാം സെഞ്ചുറിയും പൂർത്തിയാക്കി ചെന്നൈ ഒരു മികച്ച സ്കോറിൽ എത്തിക്കുകയായിരുന്നു. 207 എന്നൊരു അത്യാവശ്യം ഒരു ഭേദപ്പെട്ട സ്കോർ. മുംബൈയിലെ വാങ്കഡയിൽ അത് അത്ര വലിയ സ്കോറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു പെടുത്താവുന്ന സ്കോർ തന്നെയായിരുന്നു. 207-6 എന്നൊരു നിലയിലേക്ക് ചെന്നൈ എത്തുകയായിരുന്നു. മുംബൈക്ക് നല്ല ജാസ്പ്രീത് കുമാർ 4 ഓവർ എറിഞ്ഞെങ്കിലും 31 റൺസ് മാത്രം ഇട്ട് വാങ്ങി ഒരു വിക്കറ്റ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യമാണ് കഷ്ടം. അതായത് ബാറ്റിങ്ങിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ ബോളിങ്ങിൽ എന്തെങ്കിലും ബോൾ എറിയാണ്ടെങ്കിലും ഇരുന്ന് മുംബൈ വിജയിക്കാൻ ശ്രമിച്ചോടെ. 2 ഓവർ വിട്ട് കൊടുത്തത് 38 റൺസാണ്. അതും പവർ പ്ലേയിൽ തന്നെ. ആ പവർ പ്ലേയിൽ ഓവർ ചെയ്യാതെ മിഡിൽ ഓവറിൽ ഏതെങ്കിലുമൊക്കെ ഓവർ എറിഞ്ഞപ്പോൾ എൻ്റെ പാണ്ഡ്യൻ അങ്ങനെ മുംബൈ തോൽവിക്ക് തള്ളിവിടുന്നതിൽ നിർണായക പങ്കുവച്ചിരിക്കുകയാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ. 2 ഓവറിൽ 38 റൺസാണ്. അതും പവർ പ്ലേയിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ വിട്ടു കൊടുത്തത്. കുറച്ചുകൂടി ബെറ്ററായി വരുന്നത് ഗസൻഫാറാണ്. പുള്ളി ഒരു 4 ഓവറിൽ 2 വിക്കറ്റ് എടുത്ത് കുറച്ചുകൂടി ഒരു ബോളിങ്ങിൽ ഭേദപ്പെട്ടാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ചെന്നൈയുടെ 207 എന്ന സ്കോർ ചേസ് ചെയ്യാൻ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ മുംബൈ ബാറ്റേഴ്സിനെ പവർ പ്ലേയിൽ തന്നെ തകർത്തുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഓവറിൽ തന്നെ പന്തെറിയാൻ വന്ന അക്കീൽ ഹുസൈൻ ഡിബറ്റ് പ്ലെയറായ ഡാനിസ് മെൽവണിനെ പുറത്താക്കി ചെന്നൈ ആദ്യ വെടിപൊട്ടിക്കുന്നു. പിന്നീട് 2ാം ഓവറിൽ ക്വിൻ്റൺ ഡിക്കോനെ ബോൾഡാക്കി മുകേഷ് ചൗധരിയും 3ാം ഓവറിൽ നമേന്ദ്രനെ പറഞ്ഞയച്ച് അക്കീൽ ഹുസൈനും പവർ പ്ലേയിൽ തന്നെ മുംബൈയുടെ കഥ കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
മുംബൈയിൽ വാങ്കഡയിൽ ഇന്നലെ ഒരു ശവപ്പറമ്പിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നെങ്കിലും പക്ഷേ പകുതിയിലേറെ എന്ന് പറയാനില്ല, അത്യാവശ്യം ചെന്നൈ ആരാധകർ മുംബൈയിൽ ഉണ്ടായതുകൊണ്ട് അത്ര വലിയൊരു മൗനം ഉണ്ടായില്ല. കാരണം ചെന്നൈയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുള്ളതുകൊണ്ട് ആ ഒരു ആരവം എപ്പോഴും വാങ്കഡയിലെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. എന്നാൽ 4-ാം വിക്കറ്റിൽ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് മുംബൈയെ വലിയൊരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയായിരുന്നു. 4-ാം വിക്കറ്റിൽ ഇരുവരും കൂടി 73 റൺസാണ് മുംബൈക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. അപ്പോൾ ചെറിയൊരു വിജയപ്രതീക്ഷകളൊക്കെ മുംബൈ ആരാധകർക്കും മുംബൈക്കും വന്നെങ്കിലും വീണ്ടും 12-ാം ഓവറിൽ അക്കീൽ ഹുസൈൻ തന്നെ മുംബൈക്ക് വില്ലനായി മാറുകയായിരുന്നു. 12-ാം ഓവറിലെ അവസാന ബോളിൽ തിലക് വർമ്മയെ ബോൾഡാക്കി അക്കീൽ ഹുസൈൻ ചെന്നൈക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. വാങ്കഡയിൽ പിന്നെ കണ്ടത് മുംബൈ ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന കാഴ്ചയായിരുന്നു. കാരണം 13-ാം ഓവർ എറിയുമെന്ന 100-ാമത് ആദ്യ പന്തിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും 2-ാം പന്തിൽ കൂറ്റനടിക്ക് പേര് കേട്ട ഷറഫൈൻ ഫ്ലഡിനെ മടക്കി മുംബൈയെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുക എന്ന് പറയും. അങ്ങനെ ബാക്ക് ടു ബാക്ക് വിക്കറ്റ്സ് എടുത്ത് 100-ാമതും ചെന്നൈ ബോളിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. പിന്നെ അടുത്ത ഓവറിൽ 14-ാം ഓവർ എറിയാമെന്ന അക്കീൽ ഹുസൈൻ തന്നെ ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവിനോടും പറഞ്ഞുകൂടി മുംബൈയുടെ കാര്യം ഏകദേശം തീരുമാനമായി വേണമെങ്കിൽ പറയാം. 84-3 എന്ന നിലയിൽ മുംബൈ സ്കോർ 87-7 എന്ന നിലയിലേക്ക് തകർന്നടിയുന്ന കാഴ്ച. മുംബൈക്ക് വേണ്ടി കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഷാർദുൽ താക്കൂറിനും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതോടുകൂടി മുംബൈ 103 റണ്ണിന് 104 റൺസിന് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മളെ വാങ്കഡയിൽ കണ്ടത്. മിച്ചസാറിൻ്റെ പരിക്ക് പറ്റിയതുകൊണ്ടാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഷാർദുൽ താക്കൂർ വന്നത്. പക്ഷേ പുള്ളി 6 റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി. പിന്നെ ബോളേഴ്സാണ് ജാസ്മിൻ ബുംറ, അശ്വിനി കുമാർ, ഇവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനല്ലായിരുന്നു. അങ്ങനെ 103 റൺസിൻ്റെ നാണം കെട്ട തോൽവി എന്നുള്ള മുംബൈ വാങ്കഡയിൽ ഏറ്റുവാങ്ങിയായിരുന്നു. മുംബൈയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവി. അതുപോലെ തന്നെ CSK ഇന്നലെ മറ്റൊരു റെക്കോർഡ് കൂടി കുറിച്ചു. മുംബൈക്കെതിരെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച റെക്കോർഡും CSK ഇന്നലെ സ്വന്തമാക്കി. 19 മത്സരങ്ങളാണ് മുംബൈക്കെതിരെ CSK ഇതുവരെ ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ആദ്യ 7 മത്സരങ്ങളിലും 5 മത്സരം തോറ്റ് 8-ാം സ്ഥാനത്താണ് മുംബൈയുടെ സ്ഥാനം. ഇവിടും 4 പോയിന്റുമായിട്ട്. അപ്പോൾ ആ മുംബൈയുടെ ഒരു കോട്ട തന്നെയുണ്ട്. അവരുടെ ഒരു പതിവ് അങ്ങനെയാണല്ലോ, ആദ്യ 7 മത്സരങ്ങളിൽ 5 മത്സരം തോക്കുക എന്നാണ്. ഇനിയാണ് മുംബൈയുടെ കംബാക്ക് നിങ്ങൾ കണ്ടു. അപ്പോൾ പറയാൻ പറ്റില്ല, മുംബൈ പോരാളികൾ ഏത് സമയം വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പോൾ പോരാളികൾക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക. മുംബൈയുടെ അടുത്ത മത്സരം വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ടാണ്. സൺറൈസേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2 മത്സരങ്ങൾക്ക് അടുപ്പിച്ച് ജയിച്ച് നല്ല ഫോമിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സൺറൈസേഴ്സിൻ്റെ കൂടെ കുറച്ചുകൂടി ടഫായിരിക്കും കാര്യങ്ങളൊക്കെ. ചെന്നൈയുടെ അടുത്ത മത്സരം വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടാണ്. ഗുജറാത്ത് ടൈറ്റൻസ് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 3 മത്സരം അതായത് ബലബലാണ് 6 പോയിന്റ് എന്നാണ് ഇരു ടീമുകൾ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ടീമിൻ്റെ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതിനിടയ്ക്ക് ബൈ.